ഈന്തപ്പനയുടെ മൃദുവായ തുരുമ്പുകൾ ജീവിതത്തിൻ്റെ താളവുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ശാന്തിപുരം എന്ന ഗ്രാമത്തിൽ ദേവി എന്ന യുവതി ജീവിച്ചിരുന്നു. അസ്തിത്വത്തിൻ്റെ കുത്തൊഴുക്കുകൾക്കിടയിലും ദേവി ഒന്നും തൻ്റെ വഴിക്ക് പോകുന്നില്ലെന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട സെൻ മാസ്റ്ററായ ഗുരു അർജുനിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. അവളെ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിൽ കാലാതീതമായ ജ്ഞാനം നൽകാൻ ഗുരു അർജുൻ തയ്യാറായി. ഒന്ന്, സാഹചര്യം മനസ്സിലാക്കുക. ഗുരു അർജുൻ പുരാതന പീപ്പൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സാഹചര്യം മനസ്സിലാക്കി ആദ്യ പോയിന്റ് പഠിപ്പിക്കാൻ തുടങ്ങി. ദേവി മാസ്റ്റർ പറഞ്ഞു, കൊടുങ്കാറ്റ് മേഘങ്ങൾ കൂടുകയും ജീവിതം പ്രക്ഷുബ്ധമാവുകയും ചെയ്യുമ്പോൾ താൽക്കാലികമായി നിർത്തി യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. രാജകത്വത്തിനുള്ളിൽ ശാന്തത കണ്ടെത്തുന്നതിനുള്ള ആദ്യ പടി ചഞ്ചലമായ അവബോധത്തോടെ സാഹചര്യത്തെ അഭിമുഖീകരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റിനെ അംഗീകരിക്കുന്നത് തുടക്കമാണെന്ന് മനസ്സിലാക്കുക. സമാധാനം കണ്ടെത്തുന്നതിനുള്ള തുടക്കം. ഗുരു അർജുൻ്റെ ജ്ഞാനത്താൽ നയിക്കപ്പെട്ട ദേവി തൻ്റെ സാഹചര്യങ്ങളുടെ ആഴം മനസ്സിലാക്കി വ്യക്തവും തുറന്നതുമായ ഹൃദയത്തോടെ വെല്ലുവിളികളെ നേരിടാൻ പഠിച്ചു. നിയന്ത്രണം നിർണയിക്കുക. അവർ നദീതീരത്തൂടെ നടക്കുമ്പോൾ അർജുൻ രണ്ടാമത്തെ പോയിന്റ് പങ്കിട്ടു. നിയന്ത്രണം നിർണയിക്കുക. ദേവി, നിങ്ങളുടെ പിടിയിൽ ഒതുങ്ങുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. ചില വശങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, മറ്റുള്ളവ കോസ്മിക് സിംഫണിയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള വിവേചനം നിങ്ങളുടെ ഊർജത്തെ പ്രാധാന്യമുള്ളിടത്തേക്ക് നയിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിയന്ത്രണത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുന്നതിലാണ് വിമോചനം. നിയന്ത്രണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും നൃത്തം മനസ്സിലാക്കിയ ദേവിക്ക് തൻ്റെ ശ്രമങ്ങൾ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്നിടത്ത് കേന്ദ്രീകരിക്കുന്നതിൽ ഒരു ശാക്തീകരണ ബോധം അനുഭവപ്പെട്ടു. സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറ്റുക. ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരു അർജുൻ മൂന്നാമത്തെ കാര്യം ഊന്നിപ്പറഞ്ഞു. സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറ്റുക. ദേവി, റോഡ് അസാധ്യമാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഓപ്ഷനുകൾ അന്വേഷിക്കുക. മാറ്റം സാധ്യമാണെങ്കിൽ ഗതി മാറ്റാൻ ധൈര്യം കാണിക്കുക. എന്നിരുന്നാലും സാഹചര്യങ്ങൾ മാറ്റത്തെ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ലെൻസ് മാറ്റുക. ചിലപ്പോൾ കാഴ്ചപ്പാട് സാഹചര്യത്തിനല്ല മാറേണ്ടത്. പൊരുത്തപ്പെടലിൻ്റെ ഇരട്ടജ്ഞാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ദേവി എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെന്ന തിരിച്ചറിവിൽ ആശ്വാസം കണ്ടെത്തി. ഗുരു അർജുൻ അടുത്തുള്ള നദിയുടെ ശാന്തത പ്രതിഫലിപ്പിക്കുന്ന കണ്ണുകളോടെ ദേവിയോട് പറഞ്ഞു, പ്രിയ ദേവി, ജീവിതം നദി പോലെയാണ്. ചിലപ്പോൾ പ്രക്ഷുബ്ധമാണ്, ചിലപ്പോൾ ശാന്തമാണ്. ഒരു കാര്യവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് നടക്കാതെ വരുമ്പോൾ പഠിപ്പിക്കലുകൾ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ. സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് നിർണ്ണയിക്കുക. ഒന്നുകിൽ സാഹചര്യം മാറ്റുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിനോ ഉള്ള ശക്തി സ്വീകരിക്കുക. ഇതാണ് ജീവിത നൃത്തം. സ്വീകാര്യതയും പരിവർത്തനവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ. പീപ്പിൾ മരത്തിൻ്റെ ആശ്വാസകരമായ തണലിനു കീഴിലുള്ള ദേവിക്ക് തൻ്റെ ഉള്ളിൽ ഒരു പുതിയ ധാരണ ഉദിക്കുന്നതായി തോന്നി. ഗുരു അർജുൻ തുടർന്നു, അസ്തിത്വത്തിൻ്റെ നദിയിൽ നിങ്ങൾ ഒരു നാവികനും ജീവിതം ഒരു ബോട്ടുമാണ്. ജ്ഞാനത്തോടെ സഞ്ചരിക്കുക. ഒന്നും നിങ്ങളുടെ വഴിക്ക് പോകുന്നില്ലെന്ന് തോന്നുമ്പോഴും യാത്ര തന്നെ ലക്ഷ്യസ്ഥാനമായി മാറുമെന്ന് നിങ്ങൾ കണ്ടെത്തും. പ്രവചനാതീതമായ യാത്രയെ സ്വീകരിക്കാൻ തയ്യാറായ മനസ്സോടെയാണ് ദേവി ഇപ്പോൾ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിനോട് ഇണങ്ങിച്ചേർന്നത്. If you love to watch this video, you can like, share and subscribe.